പുതുമുഖ സംവിധായകൻ ബിജു വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും രാജ ആടും റാണി. ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ജഗതിയുടെ മകൾ കൂടിയായ ശ്രീലക്ഷ്മിയാണ് നമ്മോടൊപ്പം ബി പോസിറ്റീവിൽ അതിഥിയായിട്ടുള്ളത്. ശ്രീലക്ഷ്മി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുകയാണ്. ശ്രീലക്ഷ്മി, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ഇതുവരെ കണ്ടവരെല്ലാവരും മൂവിക്ക് നല്ല റിവ്യൂസ് ആണ് തന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്, അത് അതിൻ്റേതായ സീരിയസ്നെസ്സോടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു റിവ്യൂ ആണ് എല്ലാവരും തന്നത്. കണ്ട എല്ലാവരും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല റിവ്യൂസ് ആണ് ഇതുവരെ തന്നത്. ചിത്രത്തിൻ്റെ പേര് തന്നെ ഓടും രാജ ആടും റാണി. സ്വാഭാവികമായും ഒരുപാട് പ്രേക്ഷകർ ഇനിയും തിയേറ്ററിൽ പോയി ചിത്രം കാണേണ്ടതുണ്ട്. എന്താണ് ഇത് പേര് നൽകുന്ന ഒരു സന്ദേശം? ഓടും രാജ ആടും റാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു തമിഴ് ഫീല് വരാറുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഒരു പാലക്കാട് പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. ഓടും രാജ ആയിട്ട് ടിനിച്ചേട്ടനും ആടും റാണിയായിട്ട് മണികണ്ഠൻ പട്ടാമ്പി മണിച്ചേട്ടനുമാണ് വന്നേക്കുന്നത്. എന്നെ ആക്ച്വലി മണിച്ചേട്ടൻ വിളിച്ച് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴും ഇപ്പോൾ ഷാജി പട്ടിക്കരയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ ഇവരൊക്കെ വിളിച്ച് സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ മെച്ചുവേർഡായിട്ടും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിരുന്നു മാല. വളരെ ബോൾഡായിട്ട് എൻ്റെ പ്രായത്തിനേക്കാളും ഉള്ളൊരു മെച്യൂരിറ്റി, ബോൾഡ്നെസ്, അത് ഒരേ സമയം ഒരാണിനെയും ഒരു സ്ത്രീയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെയും ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്ന അത്ര ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ് മാല. അപ്പോൾ അങ്ങനത്തെ ഒരു ചാലഞ്ചിങ് റോൾ വന്നപ്പോൾ ആ ഒരു ചലഞ്ച് ഫുൾ മോഡിൽ എടുക്കാം വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മാലയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ശ്രീലക്ഷ്മിയുടേതായി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് സംസാരങ്ങൾ വരുന്നുണ്ട്. ആദ്യമായി തിയേറ്ററിലെത്തുന്ന ചിത്രം കൂടിയാണ് ഓടും രാജ ആടും റാണി. അത്ര ഒരു നാടോടി പെൺകുട്ടിയുടെ വേഷത്തിലേക്ക് എത്തുമ്പോൾ ആശങ്കയുണ്ടായിരുന്നോ ചിത്രം എങ്ങനെയാകുമെന്നതിനെക്കുറിച്ച്? മൂവീനെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ റിയൽ ലൈഫ് കാണിക്കുന്ന ഒരു സിനിമയാണ് ഓടും രാജ ആടും റാണി. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഇൻ്റർവെലിന് ശേഷം നമ്മൾ അവരുടെ റിയൽ ലൈഫ് കാണിക്കുന്നുണ്ട്. അതിൻ്റേതായ സീരിയസ്നെസ് ഉണ്ട്. പക്ഷേ ആദ്യം തന്നെ ഒരു പെർഫോമൻസ്, അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതിപ്പോൾ ഈ സമയം ബിജുവേട്ടനോടും സജീവേട്ടനോടും മണിച്ചേട്ടനൊക്കെ നന്ദി പറയുകയാണെന്ന് വെച്ചാൽ വളരെയധികം പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ് മാല. ശ്രീലക്ഷ്മി, ഇവിടെ നർമ്മഭാവങ്ങളിലൂടെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന മണികണ്ഠൻ പട്ടാമ്പിയും ഒപ്പം തന്നെ ടിനി ടോമും ഒക്കെയാണ് കൂടെ അഭിനയിച്ചത്. മണികണ്ഠൻ പട്ടാമ്പി തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അവരോടൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? ഇപ്പം നമുക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഡിസ്കറേജ് ചെയ്യില്ല. ഇപ്പം ഡാൻസ് ആയാലും പാട്ടായാലും ടാലൻ്റ് ഉണ്ടോ അത് എൻകറേജ് ചെയ്യത്തുള്ളൂ, പപ്പയായാലും അമ്മയായാലും. അപ്പോൾ ഇപ്പം ഞാൻ ആങ്കർ ചെയ്യുമ്പോൾ പോലും എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര അധികം ഹാപ്പിയാണ്. അപ്പോൾ പറയും അപ്പം കഴിവുണ്ടെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. അപ്പം സ്ക്രീനിൽ കാണുമ്പം വളരെയധികം സന്തോഷമാണ്, ചിരിക്കും. പിന്നെ ഇപ്പോൾ സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഒരു നായിക കഥാപാത്രത്തിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യമായി പുതുമുഖ താരമെന്ന നിലയിലാണോ അതെയോ ജഗതിയുടെ മോളെന്ന നിലയിലാണോ കൂടുതൽ സപ്പോർട്ട് ലഭിക്കാറുണ്ട്? രണ്ട് നിലയിലും നല്ല സപ്പോർട്ട് ലഭിക്കാറുണ്ട്. ശ്രീലക്ഷ്മിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീലക്ഷ്മി, ഈ പറഞ്ഞതുപോലെ ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിലെ ഗാനങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങളെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ? വിജുവേട്ടൻ ഡോക്യുമെൻ്ററീസിന് ശേഷം എടുക്കുന്ന ഒരു മൂവിയാണിത്. പക്ഷേ 2001 മൺകോലങ്ങൾ എന്ന സിനിമയിലൂടെ അവാർഡ് നേടിയ ഒരാൾ കൂടിയാണ് വിജുവേട്ടൻ. സ്റ്റേറ്റ് അവാർഡ് നേടിയ ആളാണ് വിജുവേട്ടൻ. അപ്പോൾ വിജുവേട്ടൻ അതിനുശേഷം എടുക്കുന്ന മൂവിയാണിത്. വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു, അതായത് വളരെ പേഷ്യൻസ് ആണ് പുള്ളിക്ക്. അതായത് ഒരു സീനായാലും എത്രയധികം ഇംപ്രവൈസ് ചെയ്യാമോ, എത്രയധികം ബെസ്റ്റ് ആക്കാമോ അത്രയധികം ബെസ്റ്റായിട്ടാണ് പുള്ളിക്കാരൻ ടേക്കിലേക്ക് പോകുന്നത്. വളരെ പേഷ്യൻസ് ആയിട്ട് എത്ര തെറ്റിയാലും കുഴപ്പമില്ല, ചെയ്യാം, നമ്മൾ കൂടിയിരുന്ന് നമുക്ക് പറ്റുന്ന തെറ്റുകൾ പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെ സീൻ ബെറ്റർ ആക്കാം എന്നൊക്കെ പറഞ്ഞു തന്ന് ചെയ്യുന്ന ഒരാളാണ് വിജുവേട്ടൻ. ലെനിൻ രാജേന്ദ്രൻ്റെ നാടക ട്രൂപ്പിലെ അംഗം കൂടിയാണ് ശ്രീലക്ഷ്മി. വാസ്തവതയായി നിരവധി സ്റ്റേജുകളിൽ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നാടകവും ഒപ്പം തന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ശ്രദ്ധ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത 3 റോൾസ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കള്ളൻ ആണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ഒരു നെക്സ്റ്റ് ലെവലാണ് കള്ളൻ. അത് മോറോവർ എന്നെ പോലത്തെ ഒരു കുട്ടിയാണ്. പക്ഷേ കാർണവറിൽ അമ്മുവിലേക്ക് വരുമ്പോൾ വളരെ പാവം ഒരു കുട്ടിയാണ് അമ്മു. അതുപോലെ തന്നെ ഓടും രാജയിലെ മാലയിലേക്ക് വരുമ്പോൾ ഒരു ബോൾഡ്നെസ്സിൻ്റെ വേറൊരു ലെവൽ ഓഫ് ബോൾഡ്നെസ് ആണ്. അതുപോലെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ 2 മൂവി കാർണവരും കള്ളനും ഡിസംബർ റിലീസാണ്. അത് കഴിഞ്ഞ് 2015 എൻ്റെ ഒരു റിലീസുള്ളത് ക്രാന്തി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. ഈ 3 സിനിമയിലും ഞാൻ വളരെ നാടൻ ഔട്ട്ലുക്കിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വന്നത്. പക്ഷെ ക്രാന്തിയിലൂടെ ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക്, ഒരു ഡിഫറെൻറ്റ് മേക്ക് ഓവറിലൂടെയാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. പിന്നെ ക്രാന്തി എന്നൊരു മൂവി തന്നെ ഒരു റെവല്യൂഷൻ ബേസ്ഡ്, അതായത് നെയിം ഇറ്റ്സെൽഫ് മീൻസ് റെവല്യൂഷൻ. അപ്പോൾ ഒരു പൊളിറ്റിക്സും മ്യൂസിക് ബാൻഡിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു മൂവിയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 3 ചിത്രങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ അവസാനമായി ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്?